ഞങ്ങളിപ്പോ ഫൈറ്റ് ക്ലബ് എന്നുള്ള മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. തമിഴ് മൂവിയാണ്. ദ റീസൺ ഫോർ ഫൈറ്റ് ക്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേഷ് കനകരാജ്. നിങ്ങൾ വിചാരിക്കും ലോകേഷ് കനകരാജ് മൂവിയാണ്, അങ്ങനെയും പറയാം. അതെ, ജി സ്ക്വാഡ് എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ദ വെരി ഫസ്റ്റ് മൂവി അതാണ് ഫൈറ്റ് ക്ലബ് എന്നുള്ള ഈ മൂവി. വലിയ പേര് കേട്ട അങ്ങനെ നടന്മാരൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അതെ, വിജയ് കുമാർ ലീഡ് റോൾ ചെയ്ത സെൽവ എന്നുള്ള പേരിൽ അഭിനയിച്ച വിജയ് കുമാർ, പിന്നെന്താ അവിനാഷ് രഘുഡെ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ഞാൻ കുറെ അധികം സിനിമയിലൊന്നും കണ്ടവരൊന്നും അല്ല ഇവരൊന്നും. അതിഭീകരം അല്ലെ, ഭയങ്കര ഒരു രക്ഷയിലടി. കാരണം നമുക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലെ, ഇവരൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേട്ടോ ഫ്രെയിമൊക്കെ. ഡയറക്ടർ അബ്ബാസ് എ റഹ്മത്ത്, റൈറ്ററും അങ്ങേര് തന്നെയാണ്. പിന്നെ ഈ വിജയ് കുമാർ എന്ന് പറഞ്ഞ ആളും റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകേഷ് കനകരാജ് എന്ന പേര് വരുമ്പോ തന്നെ അവിടെ വരുന്ന ഡ്രഗാണ്. ഇയാൾ എല്ലാ സിനിമയിലും ഇയാളുടെ കോമൺ എനിമി ഡ്രഗാണ്. സോ ഈ സിനിമയുടെ ഒരു ബേസും അതന്നെയാണ്, അതായത് അടി. അപ്പോ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, നമ്മുടെ അങ്കമാലി ഡയറീസ് ഒക്കെ പോലുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, ഒരു അതെ, ഒരാള് മരിക്കുന്നു, പക വീട്ടാൻ പോകുന്നു, അവിടെ ഡ്രഗിന്റെ അത് വരുന്നു, ആ ഒരു സെറ്റപ്പിലാണ് സംഗതി പോകുന്നത്. പക്ഷെ ഉണ്ടല്ലോ, എടുത്തു വെച്ച രീതിന്റെ പൊന്നു ഒരു രക്ഷയില്ല. തമിഴ് സിനിമ സ്റ്റൈൽ തന്നെ അല്ലേ? എവിടെയൊക്കെയോ കുറെ നമ്മുടെ മലയാളം സിനിമയുടെ അച്ചുണ്ടായിരുന്നു. മലയാളം കുറച്ച് വരികൾ മാത്രമുള്ള ഒരു സോങ് ഒക്കെ ഉണ്ട്, ഒരു നല്ല കിടിലൻ മലയാളം സോങ് ഉണ്ട്. മലയാളം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മലയാളി നടിയാണ്, പക്ഷെ ആ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ മലയാളം. ചുമ്മാ കിടന്നോട്ടെ, കുറച്ച് മലയാളം എലമെന്റും കിടന്നോട്ടെ, കേരളത്തിൽ ഓടിക്കോട്ടെ. തുടക്കത്തിലൊക്കെ എനിക്ക് ശരിക്കും ഒരു മലയാളം ടച്ച്, നമ്മളെ ഫഹദിന്റെ പല സിനിമകൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ടച്ച് പോലെ തോന്നി. അതായത് ഭയങ്കര റോ മൂവിയാണ്. റോ മൂവി ഇൻ ദ സെൻസ്, ഒരു ഫുട്ബോൾ കളിച്ച് നടക്കേണ്ട ഒരു പയ്യന്റെ ലൈഫില് വരുന്ന മാറ്റം, ഡ്രഗ് കാരണം, ഡ്രഗ്സും കാരണമൊക്കെ വരുന്ന ഭയങ്കരമായിട്ടുള്ള ചേഞ്ചും. ഫൈറ്റ് ക്ലബ് എന്ന് കറക്റ്റ് പേരടി. കാരണം എന്താ പറയാ, മിണ്ടിയ തല്ല, തല്ല് എന്നൊക്കെ പറഞ്ഞാൽ റോ അടി, ചേഞ്ച്. പക്ഷെ നമ്മളും അതിന്റെ കൂടെ അങ്ങനെ ചേഞ്ച് ആയി. അത് എന്തുകൊണ്ടാണ് ചേഞ്ച് ആയി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നും രണ്ടിനും വെറുതെ കയറിയുള്ള തല്ലുകളല്ല, ശരിക്കൊരു ഇതൊരു കോസ്റ്റൽ ഏരിയയിൽ നടക്കുന്ന സ്റ്റോറിയാണ്. അപ്പൊ അവിടെയുള്ള രണ്ട്, അറിയാലോ, ഈ തമിഴ്നാടാവുമ്പോ രണ്ട് ചേരികൾ വരും, അതിനകത്ത് ഒരാള് വേറൊരാള് പക വീട്ടല്, അങ്ങനത്തെ സെറ്റപ്പിൽ ഡ്രഗിന്റെ അതിലും ഇൻഫ്ലുവൻസിൽ പോയി കഥ ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതായത് ക്ലൈമാക്സിൽ ഇങ്ങനെ റോ അടിയാണ്, അടിച്ച് തീർക്കണ്. ക്ലൈമാക്സിലൊക്കെ തീർന്നു അല്ലേ, ക്ലൈമാക്സിൽ മൂവി തീർന്നു മൂവി. പിന്നെ ഓരോ ഫ്രെയിമും, ചില ഫ്രെയിമൊക്കെ ഭയങ്കര ഭംഗി, ഒരു രക്ഷയില്ല. അതിലൊരു മറ്റേ ലൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഷാഡോസ് കടന്നു പോകുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് കിടിലൻ മേക്കിംഗ് അല്ലേ. ക്യാമ്പസിലെ സീനുകൾ, അടികളൊക്കെ ഭയങ്കര. ക്യാമ്പസിലെ ഫൈറ്റ്, ആ ഫൈറ്റിനൊപ്പം ക്യാമറ എങ്ങനെ പോയത്, ക്യാമറ റോബോട്ടും വെച്ച് പറത്തി തോന്നുന്നുണ്ട് ക്യാമറ. അതൊക്കെ ഭയങ്കര ഫൈറ്റ്. ഫൈറ്റ് എല്ലാം നല്ല അടിപൊളി. ഫൈറ്റ് മാത്രമല്ല, ഇതിൽ ലോകേഷിന്റെ ടച്ച് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഈ ഫൈറ്റിനിടയിൽ അടിക്കുന്ന ശബ്ദമല്ലേ, തൊട്ടിയോണ്ട് അടിക്കുന്നത്. അതെ, അതായത് റിയൽ ലൈഫിലുള്ള അടീന്റെ ശബ്ദങ്ങളാണ്. അതായത് മറ്റേതൊരു നായക അടിക്കുമ്പോൾ ഡിഷ്യൂ ഡിഷ്യൂ, ആ ഡിഷ്യൂ ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതൊക്കെ വളരെ എന്താ പറയാ, കൂളായിട്ടുള്ള അടികളാണ്. അത് ലോകേഷ് ഇതിനു മുമ്പ് ഈ സാധനം എവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് അറിയോ? ലിയോയില് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്നും കാണാൻ എടുക്കൂല. കാരണം അയാൾ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ സാധനം ഇങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്താ പിന്നെ കുറച്ച് നല്ല റോ, അതായത് എനിക്ക് ഇത് എവിടെയോ ലോകേഷ് ടച്ച് ഉണ്ട് തോന്നുന്നുണ്ട് ഇതിനകത്ത്, കുറെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഫൈറ്റ് സീനൊക്കെ അത്ര റോ ആണ്, കാണിക്കേണ്ട സാധനങ്ങൾ പക്ക കാണിച്ചിട്ടാ പോണേ. സത്യം പറഞ്ഞ മൂവിയിൽ ഫുള്ള് ഫൈറ്റും കാര്യങ്ങളും, പക്ഷെ നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിലാണ് സംഗതികൾ. പിന്നെ റൊമാൻസ് എലമെന്റ് വേണമെങ്കിൽ കൂടുതൽ അടിക്കായിരുന്നു. അവിടെയാണെങ്കിൽ ഈ ലോകേഷ് പ്രൊഡ്യൂസർ മാത്രമാണോ അത് ഇതിന്റെ ബാക്കിൽ ലോകേഷ് ഉണ്ടോ എനിക്ക് ഡൗട്ട് തോന്നിയത്. മറ്റേ സിംഗിൾ പൂറ എന്ന് പറഞ്ഞ മാതിരി ഇന്നാ പേരിനൊരു റൊമാൻസ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റൊമാൻസ് തട്ടി താഴെ ഇട്ട് സൈഡിലാക്കി. റൊമാൻസ് രസമുണ്ട്. അതെ, നടി അടിപൊളിയായിട്ടുണ്ട്. നല്ല വളരെ ക്യൂട്ടായിട്ടുള്ള റൂട്ടീൻ. ആകെ മൊത്തത്തില് ടോട്ടാലിറ്റിയിൽ പറഞ്ഞ നല്ല ഒരു എന്താ പറയാ, നല്ലൊരു അടിപ്പടം അല്ലെ, നല്ലൊരു അടിപ്പടം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് എൻജോയ്. എനിക്ക് എവിടേക്കോ മറ്റേ വടച്ചെന്നൈ, അതേപോലെ നമ്മുടെ മലയാളത്തില് അങ്കമാലി ഡയറീസ്, എനിക്ക് അങ്കമാലി ഡയറീസ് ഭയങ്കരമായിട്ട് ഇതിന് മുന്നുള്ളത് ആമേനും, അതുപോലെ നമ്മളെ ഷൈനിക ഒക്കെ ഉള്ള ഒരു സിനിമ ഇല്ല ആദ്യത്തെ, കുമ്പളങ്ങിയ
കുമ്പളങ്ങി അല്ല, പക്ഷെ അതിന്റെ ഒക്കെ ഫസ്റ്റ് പടം ഈ അടിക്കാൻ പോണതും ഓർമ്മല്ല. എന്താണെങ്കിലും നമുക്ക് എവിടേക്കോ നമ്മുടെ മലയാളത്തിലെ ഫീൽ ഗുഡ് ആ ഒരു, ഞാൻ ആ മൂഡാട്ടോ പറഞ്ഞ ഇടയ്ക്കൊരു മൂഡ് ഇങ്ങനെ പടം തുടങ്ങിയതൊക്കെ ഒരു മലയാള പടം അങ്ങനെ തന്നെയാണ് തുടങ്ങി കിട്ടിയത്. എന്താണെങ്കിലും ഒരു ഭയങ്കര റോ ആയിട്ടുള്ള കുറെ ഫൈറ്റും നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. അതായത് ഒരിക്കലും അത് ആ സാധനം നമ്മളെ ഗ്രിപ്പ് ചെയ്തിരുത്തി. എനിക്ക് ആകെ അതിൽ ലോ ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ വരുന്ന ആ ഒരു ലൈക്ക് ഒരു പ്ലോട്ട്, ഇന്റർവെൽ പ്ലോട്ട് കുറച്ചൊരു എക്സാജറേറ്റഡ് ആയിട്ട് തോന്നി ഒരിത്തിരി. അല്ലാത്ത പക്ഷം പടം എനിക്ക് തോന്നുന്നു കൊളത്തും അല്ലേ, പടം ചെന്നൈയിലൊക്കെ കൊളത്തുണ്ടാകും. കാരണം ആ റേഞ്ചിൽ ഒരു റീസൺ ഇല്ലാത്ത വെറുതെ അടിയല്ല സാധ്യത. റീസൺ ഉണ്ട്, അതായത് ഓരോ അടിക്കും ഓരോ റീസൺ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, നല്ല മെസ്സേജ് ഉണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ഇത് കണ്ടു വന്നൊരു സാധനം ആയിരിക്കാം. തമിഴ് സിനിമകളിൽ നിന്ന് ഈ മെസ്സേജ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടെങ്കിലും ഇവരുടെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഫ്രഷ് ഫേസുകളിലൂടെ വളരെ ഫ്രഷ് ആയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റി, കാണിച്ചു തരാൻ പറ്റും. മാത്രമല്ല അതിൽ തന്നെ മെസ്സേജ് തരുന്നുണ്ട്. അതായത് ആ വെള്ളടിക്കുമ്പോൾ നടൻ പറഞ്ഞിട്ടില്ല, ഇത് വന്നതിന് ശേഷമാണ് ലൈഫിൽ ഇത്രയും വേറി വന്നതുകൊണ്ട് അതും അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനവും ഒരാളുടെ ജീവിതം എവിടുന്ന് തുടങ്ങി അത് എവിടെ റിവോൾവ് ചെയ്തെത്തുന്നു, ബാക്കിയുള്ളവർ ഇത് ചുറ്റിപ്പറ്റി എങ്ങനെ പോകും. അതായത് ഒരു ലൂപ്പ് പോലെ എങ്ങനെ പോയാലും ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരുടെ ലൈഫിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. അതായത് ഒരാൾ കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് അടുത്ത ആൾ, ഇപ്പൊ ഒരു ഗുണ്ട, ആ ഗുണ്ട കഴിഞ്ഞാൽ അടുത്ത വേറൊരു ഗുണ്ട അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ്, ഒരു ഗുണ്ട കഴിഞ്ഞാൽ അടുത്ത ഗുണ്ട വരികയാണ്, ഒരു നല്ലവൻ കഴിഞ്ഞാൽ അടുത്ത നല്ലവൻ വരികയാണ്. ആ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അവരുടെ ലൈഫൊക്കെ കിടന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റി. ഞാൻ മെയിനായിട്ട് ഡ്രഗിന്റെ യൂസ് കൊണ്ട് വരാവുന്ന നമ്മൾക്ക് മാറ്റങ്ങളും നമ്മളെ അകത്തുള്ള മൃഗവും ഒക്കെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളെ ലൈഫ് ഇതിലൂടെ എങ്ങനെ ഇല്ലാതായി പോകും എന്നുള്ളതും ഈ സാധനം ഉപയോഗിച്ച് നമ്മളെ വേറൊരാൾക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെയാണ് അതേപോലെ ഇതിന്റെ മേക്കിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്താ വെച്ചാൽ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് ബാക്ക് സ്റ്റോറി കാണിക്കുന്നില്ല. ഇന്നാ നമുക്ക് ആ ബാക്ക് സ്റ്റോറി സ്ക്രീനിൽ കംപ്ലീറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ബാക്ക് സ്റ്റോറി വീണ്ടും ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെറും ശബ്ദം മാത്രം കൊടുക്കുകയാണ്. നമുക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ നോക്കിയാൽ നല്ലൊരു റോ അടിപ്പടം. ഇന്നാ അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എവിടേക്കോ ഒരു ലോകേഷ് കനകരാജ് ടച്ച് കിട്ടും ചെയ്തു. കൊള്ളാണ്, നല്ല സാധനം. ഇനിയും എക്സ്പെക്ടിങ് മോർ ഫ്രം ലോകേഷ് കനകരാജ് പ്രൊഡക്ഷൻസ് അല്ലേ. ഞാൻ നടനെ പറയണുണ്ടോ, നടനക്ക് എവിടേക്കോ ഭയങ്കര ഒരു ഇനിയൊരു ഫ്യൂച്ചറിലുള്ള ഒരാളല്ലേ. എനിക്ക് വിജയ് ടച്ചൊക്കെ തോന്നി, എവിടേക്കോ ഒരു വിജയ് ടച്ചൊക്കെ ഉണ്ട്. പക്ഷെ ആശാൻ എവിടേക്കോ ഭയങ്കര റോ ആവുന്ന സമയത്ത്, അതേമാതിരി റൊമാൻസ് ചെയ്യുന്ന സമയത്തൊക്കെ സാധനം കയ്യിലുണ്ട്. അതായത് ആ കോളേജ് സമയം കാണിക്കുമ്പോ ആ ഒരു സംഭവങ്ങൾ ആളെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആള് മാറിക്കഴിഞ്ഞപ്പോ അതും നന്നായി കറക്റ്റ്. ഞാൻ വിചാരിച്ചു മാസ് വന്നാ പോകുന്നു വിചാരിച്ചു, പക്ഷെ മാസൊക്കെ രണ്ടും ഹാൻഡിൽ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ പോലെ തന്നെ അഭിനയിച്ചു. സൂപ്പർ ആയിട്ട് സാധനം മിച്ചങ്ങാതി കുറെ ചെയ്യുന്നു. നല്ല ആളുകളായിട്ട് നല്ല ആളുകളായിട്ട് ചെയ്യുന്നു ലോകേഷ്. പാക്കല